ഉക്രൈനു വേണ്ടി നാറ്റോ സൈനികർ അല്ലെങ്കിൽ UK സൈനികർ യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ഒരറിയിപ്പ് എപ്പോഴാണോ ലഭിക്കുന്നത് അപ്പോൾ ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാകും എന്ന് UK സംബന്ധിക്കുന്ന ചില വാർത്തകൾ നമ്മൾ അറിഞ്ഞിരുന്നു. ഇപ്പോ ഇതിൽ ഒരു വലിയ വഴിത്തിരിവ് സംഭവിച്ചത് IRGCയിലെ ടോപ്പ് കമാൻഡോസിൽ നിന്നും ഒരു വിവരം പുറത്തു വന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം ലോകം മുഴുവനും വളരെ വേഗത്തിൽ പടരുകയാണ്. ഈ സമയം റഷ്യയ്ക്ക് സൈനികം സംബന്ധിക്കുന്ന സഹായം ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ റഷ്യയ്ക്ക് ആയുധ സഹായം നേരിട്ടോ അല്ലാതെയോ ആവശ്യം വന്നാൽ ഇറാൻ റഷ്യയ്ക്ക് സപ്പോർട്ടായി ഇവയെല്ലാം ചെയ്യും. ഇറാന് എപ്പോഴെല്ലാമാണോ ഒരു പ്രശ്നം വന്നത് അപ്പോഴെല്ലാം റഷ്യ കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ റഷ്യയ്ക്ക് ഇപ്പൊ ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളും അവരുടെ കൂടെ തന്നെ നിൽക്കുമെന്ന് ചില പ്രധാനപ്പെട്ട വാർത്തകൾ പറഞ്ഞു. അതേസമയം ഉക്രൈന്റെ മുൻ ടോപ്പ് കമാൻഡോ ജനറൽ, അദ്ദേഹം ഇപ്പോൾ ഉക്രൈന്റെ UKയ്ക്കായിട്ടുള്ള എൻവോയാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മളിപ്പോ മൂന്നാം ലോക മഹായുദ്ധത്തിലാണ് ഉള്ളത്. അതിന്റെ ഔദ്യോഗികമായ ഒരു വാർത്ത നിങ്ങൾ തീർച്ചയായും കാണും. എപ്പോഴാണോ റഷ്യ ഉക്രൈനുള്ളിൽ ഇങ്ങനെ ഒരു IRBM ഫയർ ചെയ്തത് അപ്പോ തന്നെ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചുവെന്ന് വളരെ സെൻസിറ്റീവായ ഒരു കാര്യം പറഞ്ഞു. ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇറാനും റഷ്യയ്ക്കും ഇടയിലെ ബന്ധം. എന്നാണോ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത് അന്നു മുതൽ നേരിട്ടായാലും അല്ലാതെയും പല വിധത്തിൽ റഷ്യ ഇറാനെ സഹായിച്ചിട്ടുണ്ട്. ഇറാനും റഷ്യയെ സഹായിച്ചിട്ടുണ്ട്. അതും റഷ്യയുടെ ഈയൊരു നിലനിൽപ്പിന് കാരണം 20% ഉക്രൈൻ ഭൂപ്രദേശം റഷ്യൻ കൺട്രോളിലാണ് ഉള്ളത്. ഉക്രൈൻ അത് തിരികെ എടുക്കാൻ പല ശ്രമങ്ങൾ എടുത്താലും അവർ പരാജയപ്പെട്ടു. ഇത്രത്തോളം റഷ്യ ഉക്രൈനെ ഹോൾഡ് ചെയ്ത് വച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാന്റെ ആയുധ സഹായമാണ്. എത്ര തന്നെ നേരിട്ട് വലിയ വലിയ മിസൈൽസ് നൽകിയില്ലെങ്കിലും, നേരിട്ട് ഏതൊരു സഹായം റഷ്യയ്ക്ക് ഇവർ നൽകിയില്ലെങ്കിലും ഇൻഡയറക്റ്റായി പല ആയുധങ്ങൾ റഷ്യയിലേക്ക് പോകുന്നുണ്ട്. ഷാഹി ഡ്രോൺസ് കൊടുത്തതിലൂടെ ഒരു ദിവസം ശരാശരി 40 മുതൽ 50 ഡ്രോൺസ് വരെ, ഒരു മാസം നോക്കിയാൽ 2000-ലധികം ഡ്രോൺസ് കൊടുക്കുന്നുണ്ട്. ഇതൊരു ശരാശരി കണക്ക് മാത്രമാണ്. വീണ്ടും റഷ്യയുടെ ഒരു പ്രതികാര ആക്രമണം നടക്കുമ്പോൾ ഇതിന്റെ കൗണ്ട് കൂടും. അത്രത്തോളം റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നതിൽ ഇറാൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. റഷ്യയുടെ ഭാഗം നിന്ന് നോക്കിയാൽ ഇറാൻ ചെയ്യുന്നത് ഒരു ഫേവറാണ്. പക്ഷെ ഉക്രൈന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ ഇറാൻ ചെയ്യുന്നതെല്ലാം വളരെ മോശമായ സഹായമാണ്. റഷ്യയ്ക്ക് ഇവർ ആയുധങ്ങൾ നൽകുന്നതുകൊണ്ട് പല ഉക്രൈൻകാർ അവിടെ കൊല്ലപ്പെടുകയാണ്. കൂടാതെ റഷ്യയ്ക്ക് ഉക്രൈൻ യുദ്ധത്തിൽ സഹായം നൽകാൻ തുടങ്ങിയതിനു ശേഷം പെട്ടെന്ന് ഇറാൻ അവരുടെ ഹൈപ്പർസോണിക് മിസൈൽ ടെസ്റ്റ് ചെയ്തു. കൂടാതെ ഞങ്ങളത് സേനയിൽ ചേർത്തു എന്നുള്ള അറിയിപ്പും കൊടുത്തു. അടുത്ത 3 മാസത്തിൽ ഞങ്ങളെ കൊണ്ട് 4-5 ആണവായുധം നിർമ്മിക്കാൻ കഴിയുമെന്നും അവർ പറഞ്ഞു. ചാര ഉപഗ്രഹങ്ങൾ ലോഞ്ച് ചെയ്യുക, അതിനവീന മിസൈൽ സാങ്കേതിക വിദ്യകൾ അവരുടെ എക്സിസ്റ്റിംഗ് മിസൈൽസിൽ ഇൻഡക്ട് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യുക, ഇങ്ങനെ പല അറിയിപ്പുകൾ ഇറാനിൽ നിന്നും പുറത്തു വന്നിരുന്നു. അപ്പോ ഈ 2 രാജ്യങ്ങൾക്കും ഇടയിൽ ഒരു സൗഹൃദ ബന്ധമുള്ളപ്പോൾ റഷ്യയ്ക്കും ഉക്രൈനും ഇടയിൽ പ്രശ്നവും അധികമാകുന്നു. ബൈഡൻ ഓഫീസിൽ നിന്നും പോകുന്നതിന് മുൻപ് ഒരു വലിയ വഴിത്തിരിവ് അവിടെ വരുത്തണം എന്നതിനു വേണ്ടി ബൈഡൻ അവിടെ എന്തൊക്കെയോ ശ്രമിക്കുകയും ഉക്രൈന് വീണ്ടും തിരിച്ചടികൾ വാങ്ങിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ലോങ് റേഞ്ച് വെപ്പൺസ് ഉപയോഗിക്കാനുള്ള അനുവാദം നൽകുകയും വീണ്ടും തിരിച്ചടികൾ ഉക്രൈന് നേടിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ യുദ്ധം എസ്കലേറ്റ് ആകുമ്പോൾ പല രാജ്യങ്ങളും അവരുടെ അഭിപ്രായം പറയാൻ തുടങ്ങി. ചൈന പറഞ്ഞു, UK പറഞ്ഞു, ഫ്രാൻസ് പറഞ്ഞു, അമേരിക്ക ഉൾപ്പെടെ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇനി ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്ത് മറുപടിയാണ് വന്നത്? കാരണം ഇവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഇത്രയും വലിയൊരു സൗഹൃദം ഉള്ളപ്പോൾ ഇവർ ഇനി ഏത് രീതിയിൽ സഹായം ചെയ്യും എന്നതിന് ഡയറക്റ്റ് IRGCയിൽ നിന്ന് തന്നെ ഒരു അറിയിപ്പ് വന്നു. റഷ്യയ്ക്ക് സഹായം ആവശ്യമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ ആർക്കെല്ലാമാണോ അടിയന്തര സാഹചര്യ സഹായം ആവശ്യം വരുന്നത് അതെല്ലാം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഇവിടെ സൗഹൃദം എന്നത് റഷ്യയെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. സഹായം ആർക്കാവശ്യമായി വന്നാലും ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്. നേരിട്ട് ആയുധ സഹായം ഇറാനിൽ നിന്ന് റഷ്യയിലേക്ക് പോകാൻ തയ്യാറാണ് എന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് നൽകി. ഇതൊരു ബ്രേക്ക് ത്രൂ ആയ കാര്യമാണ്. ഈ 2 രാജ്യങ്ങൾക്കും ഇടയിലെ ബന്ധം, ഇവർ ഇതുവരെയും ചെയ്ത കാര്യങ്ങൾ എല്ലാം ഡോറിന് പുറകിൽ മാത്രമേ നടന്നിട്ടുള്ളൂ. ആരും ഇങ്ങനെ ഒരു അപ്ഡേറ്റ് തുറന്ന് പറഞ്ഞിട്ടില്ല. റഷ്യയും നൽകിയിട്ടില്ല, ഇറാനും നൽകിയിട്ടില്ല. അവർക്കുള്ളിൽ ഈ ട്രാൻസാക്ഷൻ മെക്കാനിസം ഇല്ലീഗൽ റൂട്ട്സ് വഴിയാണ് നടന്നത്. ബ്ലാക്ക് മാർക്കറ്റിൽ എല്ലാ വെപ്പൺസും അവൈലബിൾ ആണ്. അങ്ങനെയുള്ള വെപ്പൺസ് ആരുടെ കൈകളിലേക്ക് വേണമെങ്കിലും പെട്ടെന്ന് പോകാൻ കഴിയുന്ന രീതിയിലാണ് ബ്ലാക്ക് മാർക്കറ്റ് ഉള്ളത്. ഇങ്ങനെ ഇല്ലീഗൽ റൂട്ട്സിലൂടെ ഒരുപാട് വെപ്പൺസ് റഷ്യയിൽ നിന്നും ഇറാനിലേക്ക് പോകുന്നുണ്ട്, ഇറാനിൽ നിന്നും റഷ്യയിലേക്കും വരുന്നുണ്ട്. എന്നാൽ ആദ്യമായി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതിലൂടെ പല രാജ്യങ്ങളും അതിനെ തന്നെ ഉറ്റുനോക്കാൻ തുടങ്ങി.
ഇപ്പൊ റഷ്യയ്ക്ക് വേണ്ടി പറഞ്ഞ ഈ ഒരു പ്രസ്താവന പോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കും ഏമനിലെ ഹൂത്തീസിനായാലും ഇൻഡയറക്റ്റായി അവർ ഒരു കാര്യം പറഞ്ഞു. അത് അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്നത് പോലെയാണ്. കാരണം അടുത്തിടെ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ ഹൂത്തീസ് നശിപ്പിക്കാൻ ശ്രമിച്ചു, ഇമ്പാക്ട് ഉണ്ടാക്കിയെന്നും പറയുന്നുണ്ട്. ഇറാനും റഷ്യയ്ക്കും ഇടയിലെ ബന്ധം കൂടുന്നത് അവരുടെ അലൈസിനും വലിയൊരു മോറൽ ബൂസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ റഷ്യ ഒന്നു ചേരുകയാണെങ്കിൽ ഈ യുദ്ധം എത്രത്തോളം കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയുമോ, ഇവയെല്ലാം മാറ്റിവെച്ചാൽ ഇവയ്ക്കെല്ലാം അപ്പുറം മിഡിൽ ഈസ്റ്റ് സ്ട്രോങ് ആയ ഒരു ഇൻഫ്ലുവൻസ് ആയി അത് മാറും. ജിയോ പൊളിറ്റിക്കൽ വൈസ് റഷ്യയുടെ നേരിട്ടുള്ള സപ്പോർട്ട് ഇറാന് നൽകുകയാണെങ്കിൽ ഇറാന് ശത്രുക്കളായിട്ടുള്ള ഒരുപാട് പേർക്ക് അത് വലിയ പ്രശ്നമുണ്ടാക്കും. അപ്പോൾ റഷ്യയുടെ വശം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉക്രൈന്റെ ഫോറിൻ കമാൻഡർ ഇൻ ജനറൽ ആ ഒരു പൊസിഷനിൽ നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്തു. അതിനുശേഷം അദ്ദേഹം UK-യിലെ ഉക്രൈന്റെ എൻവോയാണ്. അവസാനമായി അദ്ദേഹം നൽകിയ ഒരു സ്റ്റേറ്റ്മെന്റ് അത് എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്നറിയില്ല. റഷ്യ ഈസ്റ്റേൺ ഫ്രണ്ടിൽ വളരെ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇങ്ങനെ അഡ്വാൻസ്മെന്റ് ആകുന്നത് ഉക്രൈൻ പല സ്ഥലങ്ങളിൽ പറയാൻ പോലും മടിക്കുന്നുണ്ട്. ഉക്രൈൻ ആവശ്യമായ ലോജിസ്റ്റിക് സപ്ലൈ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട എസെൻഷ്യൽ റൂട്ട്സ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഉക്രൈന് നേരെ ഒരു വലിയ കുറ്റാരോപണം അദ്ദേഹം നടത്തി. ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടത് കൊണ്ടാണോ അദ്ദേഹത്തെ പൊസിഷനിൽ നിന്നും നീക്കം ചെയ്തത് എന്നൊന്നും അറിയില്ല. ഇപ്പൊ വീണ്ടും അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഉക്രൈൻ ഇപ്പോ 3ാം ലോക മഹായുദ്ധത്തിലാണ്. നിങ്ങൾ എന്തിനാണ് ലോകമഹായുദ്ധം എന്ന് പറയുക? എല്ലാ രാജ്യങ്ങളും ചേർന്ന് പരസ്പരം ആക്രമിക്കുക, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഒരു രാജ്യത്തെ ആക്രമിക്കുക, അതായിരിക്കും ഒരു ലോകമഹായുദ്ധത്തെ ട്രിഗർ ചെയ്യുക. നോർത്ത് കൊറിയൻ ട്രൂപ്സ് റഷ്യയിലുണ്ട്, ചൈനയുടെ ആയുധങ്ങൾ റഷ്യയിലുണ്ട്, ഇറാന്റെ വെപ്പൺസ് ഉക്രൈനെ ദിവസവും ആക്രമിക്കുന്നുണ്ട്. ഇങ്ങനെ പല രാജ്യങ്ങളുടെ ആയുധങ്ങൾ ചേർന്ന് ഉക്രൈൻ എന്ന ഒറ്റ രാജ്യത്തെ ഇത്രയും വലിയ രീതിയിൽ അടിച്ചു താഴ്ത്തുന്നു. ഇതിനെ ലോകമഹായുദ്ധം എന്ന് പറയുകയല്ലാതെ മറ്റെന്താണ് പറയേണ്ടത്? 2ാം ലോകമഹായുദ്ധത്തിൽ ഉപയോഗിച്ച ആയുധങ്ങളെക്കാട്ടിലും ഇപ്പോൾ അധികം ആയുധങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉപയോഗിക്കുകയാണ്. അപ്പോ ഇത് ഔദ്യോഗികമായി ഒരു 3ാം ലോക മഹായുദ്ധമാണ്. ഇത് പടരാതെ മറ്റു രാജ്യങ്ങൾ തടയണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആശങ്ക പുറത്തുവിട്ടു. ആശങ്ക ശരി തന്നെയാണ്. എന്നാൽ ഇത് നോർത്ത് കൊറിയ, ഇറാൻ, ചൈന ഇവരെ മാത്രം ഇവിടെ ചേർക്കാൻ പാടില്ല. വെസ്റ്റേൺ കൺട്രീസിലെ പല രാജ്യങ്ങളെയും ഈ ലിസ്റ്റിൽ ചേർക്കണം. കാരണം ഇപ്പോഴും അമേരിക്കയിൽ നിന്ന് റഷ്യയ്ക്ക് സ്പെയർ പാർട്സ് പോകുന്നുണ്ട്, UK-യിൽ നിന്നും റഷ്യയ്ക്ക് സ്പെയർ പാർട്സ് പോകുന്നുണ്ട്. ഒരു റഷ്യൻ മിസൈൽ എടുത്ത് വളരെ ഡീപ്പായി അനലൈസ് ചെയ്താൽ 40% വരെയും ഫോറിൻ കോമ്പണൻസ് അതിലുണ്ടായിരിക്കും. അപ്പോ നേരിട്ടിപ്പോഴും അവരുടെ പക്കൽ നിന്ന് സഹായം പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെയും ഈ ലിസ്റ്റിൽ ചേർക്കേണ്ടതുണ്ട്. ഉക്രൈന് സഹായം ചെയ്യുന്നു എന്ന പേരിൽ നിങ്ങൾ ചെയ്യുകയാണ്. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പേര് കാണിച്ച്, നിങ്ങളുടെ ഇൻഫ്ലുവൻസ് അവിടെ ഉപയോഗിച്ച് അവർക്ക് എന്തെല്ലാം ആവശ്യം ഇല്ലയോ അതുപോലും നിങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതെല്ലാം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്? അങ്ങനെ മനസ്സിലാക്കുന്നത് വരെയും ഈ യുദ്ധം നീണ്ടു പോകുമോ? ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് $4.5 ബില്യൺ ഞങ്ങൾ ഉക്രൈന് നൽകുന്ന സഹായത്തിൽ നിന്നും മാറ്റാൻ പോകുന്നുവെന്ന ഒരു അറിയിപ്പ് നൽകി. അവരുടെ രാജ്യത്തിൽ ഇത് വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ടാക്സ് പേയേഴ്സിന്റെ പണം എടുത്ത് ആവശ്യമില്ലാതെ നിങ്ങൾ എന്തിനാണ് ഉക്രൈന് സഹായം ചെയ്യുന്നത് എന്ന്. ഇതും മറ്റൊരു പ്രധാനപ്പെട്ട മൂവാണ്. അമേരിക്ക ഇദ്ദേഹം ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അമേരിക്ക ഫസ്റ്റ് എന്ന കോൺസെപ്റ്റ് ഇദ്ദേഹം നോക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇദ്ദേഹം പരാജയപ്പെടുകയും ട്രംപ് ജയിക്കുകയും ചെയ്തത്. എങ്ങനെയായാലും റഷ്യ ഉക്രൈൻ യുദ്ധം ആരും അത്ര പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ട്രംപ് ഓഫീസിൽ വരുന്നതിന് മുൻപ് വീണ്ടും ഒരു 438 മില്യൺ എയ്ഡ് പാക്കേജ് ഉക്രൈനിലേക്ക് പോകാൻ പോവുകയാണ്. അതുമാത്രമല്ല, വീണ്ടും പല ലക്ഷക്കണക്കിന് ബോംബുകളും നൽകുന്നുണ്ട്. എന്തോ ഒരു കാര്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. എന്താണെന്ന് പോലും അറിയില്ല. ഇവിടെ ആദ്യം ആക്രമിക്കാൻ പോകുന്നു എന്നതാണ് ഒരേ ഒരു ചോദ്യം. അറിയാതെയാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട എയർബേസിനെ ഉക്രൈൻ ആക്രമിച്ചാൽ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേഴ്സ്ക് ന്യൂക്ലിയർ പവർ പ്ലാന്റ് അതിനടുത്തുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് എക്സ്പ്ലോഷൻ സംഭവിക്കുകയാണെങ്കിൽ അതോടുകൂടി എല്ലാം അവസാനിച്ചു. ഇപ്പോ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സംഭവിക്കാൻ തുടങ്ങും. അതായത് 3ാം ലോക മഹായുദ്ധം. അതുവരെയും യുദ്ധം പോകാതിരിക്കുകയാണെങ്കിൽ നല്ലത്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.